Hi friends, Yumi and Keralയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റ് ആണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, ഗ്രേറ്റ് ചെയ്ത ചീസ്, കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, പുതിനയില, ഒരു സവാള തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, 3 മുട്ട, എണ്ണ, ഉപ്പ്. ഇത്രയുമാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓംലെറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് പതുക്കെ ഒന്ന് കറക്കി കൊടുക്കാം. എല്ലായിടത്തും ആ ഓയിലൊന്ന് സ്പ്രെഡ് ആകുന്നതിന് വേണ്ടി. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ്സ് ഇളക്കി കൊടുക്കണം. നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ട് 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ കൂട്ടി ഒരു 5 മിനിറ്റ്സ് മൂടി വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് തണുക്കുന്നതിന് വേണ്ടി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊന്ന് തണുക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട അടിച്ചു പതപ്പിച്ചിട്ടുണ്ട്.
ഇനി അതിലോട്ട് നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉണ്ട് പുതിനയില. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും മതി. ആദ്യം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയപ്പോൾ. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഓംലെറ്റ് മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഓംലെറ്റ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് കറക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്നതിന് വേണ്ടി. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഓംലെറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചോളൂ. അതിനുശേഷം നമുക്കിങ്ങനെ എല്ലായിടത്തും പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് അല്പം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മിക്സ് ബാക്കി ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നമുക്ക് ഒരേ രീതിയിൽ പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ നമുക്ക് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂട മാറ്റി നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടണം. അതിനായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ സെൻറ്ററിൽ ഇങ്ങനെ കൈ കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറയ്ക്കാം. മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ പാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഇട്ട് കൊടുക്കാം. മറു സൈഡ് മൊരിയാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം.
അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംപ്ലേറ്റ് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കാണാൻ വളരെ ഭംഗിയാണ്. ഇതിൽ മുട്ടയും ക്യാബേജും പുതിനയിലയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഉൾഭാഗവും വെന്തിട്ടുണ്ട്. നമ്മളിട്ട ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്